നബിദിന പ്രസംഗം. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണല്ലോ നാം ഇന്നുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു മഹാദുരന്തത്തിൻ്റെ വേദനയിലാണ് നാം ഓരോരുത്തരും. ഈ ദുരന്തത്തിൽ കുറേ കൂട്ടുകാരെയും മാതാപിതാക്കളെയും നമുക്ക് നഷ്ടമായി. അവരുടെ പരലോകം അള്ളാഹു വിജയത്തിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. നബിയുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുണ്യവേദിയിൽ നബിയുടെ പരിസ്ഥിതിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂട്ടുകാരെ, നാം എത്ര മരങ്ങളാണ് വെട്ടി നശിപ്പിക്കുന്നത്. മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ വന്നു. ആ സഹാബി കയ്യിൽ ഒരു ഇല കഷക്കിക്കൊണ്ടായിരുന്നു വന്നത്. അല്ല, അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. സഹാബി പറഞ്ഞു, വഴിയിൽ ചാഞ്ഞു നിന്ന ഒരു കാട്ടുചെടിയിൽ നിന്ന് പറിച്ചെടുത്ത ഇലയാണിത് നബിയെ. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യത്തോടെ പറഞ്ഞു, ഈ പ്രവർത്തനത്തിലൂടെ നീ പരിസ്ഥിതിയോട് അക്രമമാണ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിസ്ഥിതിയെ പോലും മുത്തുനബി എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഈ ഒരു സന്ദർഭത്തിലൂടെ വ്യക്തമാണ്. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കൽ സൽക്കർമ്മമാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധയുള്ളവരായി നാം മാറണം. നാം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്ന മാർഗത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.